ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ തംബ്നെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം, തംബ്നെയിൽ കണ്ടിട്ടാണ് നിങ്ങൾ വന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇത് സെലക്ഷൻ കോൺട്രാക്റ്റ് ഇല്ല, 4 ആൾക്കാർ, കിമ്മിച്ച് ഡിലൈറ്റ് അങ്ങനത്തെ 4 ആൾക്കാരില്ലേ, അതിൽ ആരെടുക്കണം ആരെടുക്കണ്ട എന്ന് പറയാനാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എടുത്താണ്ട് കൊളാക്കരുത്. ഡോണ്ട് മേക്ക് മിസ്റ്റേക്ക് ഇൻ ദീസ് ബ്രദർ. കാരണം എന്താ വെച്ചാൽ ഇതിൽ നല്ല ആളെടുത്താൽ പിന്നെ അതാണ് നല്ലത്. പിന്നെ വേറെ ആരും എടുക്കാൻ പോകരുത്. ഒരാളെടുത്താൽ പിന്നെ വേറെ ആൾ എടുക്കാൻ കഴിയില്ലല്ലോ, പിന്നെ ചാൻസ് കിട്ടൂല വേറെ ആളെടുക്കാൻ. അപ്പോൾ ഇതിന് ആരെടുക്കണം ആരെടുക്കരുത് എന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ വന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിന് മുമ്പ് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോ ടു 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത്, നിങ്ങൾ ഒരു ഔട്ട്വേർഡ് പ്ലെയറാണ്, എഡ്ജിൽ ക്രോസിങ് ഉള്ളൊരു ചങ്ങായിയാണ് ഇത്. ഇവന്ന് പറഞ്ഞാൽ എഡ്ജിൽ ക്രോസിങ് പറഞ്ഞ സ്കില്ലായിട്ട് അറ്റാക്കിങ് ഫുൾ ബാക്ക് ആയിട്ട് വരുന്ന ഒരു പ്ലെയറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവനെടുക്കാം, പക്ഷേ ഇവനെടുക്കരുത്. നിങ്ങൾ എടുക്കണ്ട. ഇവർക്ക് എഡ്ജിൽ ക്രോസിങ് ഉണ്ട്, പിൻ പോയിന്റ് ക്രോസിങ് ഉണ്ട്. ഇവൻ ക്രോസിങ്ങിൽ മിടുക്കനാണെങ്കിലും ഡബിൾ ടച്ച് അടക്കമുണ്ട് ഈ ചെക്കന്. പക്ഷെ ഇവനെ എടുക്കണ്ട. നിങ്ങൾ റാങ്ക് വേണ്ട, റാങ്ക് 4 ആക്കി നമുക്ക് ഇവനിടാം. പക്ഷെ എന്നാലും നിങ്ങൾ ഇവനെ എടുക്കേണ്ട പറയാൻ കാരണം തരും. നിങ്ങൾക്ക് ലെഫ്റ്റ് ബാക്കാണ് ആവശ്യമുള്ളതെങ്കിൽ ഈ ഇംഗ്ലണ്ടിൻ്റെ കുറേ എടുക്കാതെ ഞാൻ കാരണങ്ങൾ പറയാം. അപ്പോൾ ഇവനെടുക്കേണ്ട പറയുന്നതിന് ഒരു കാരണമുണ്ട്. ഇവൻ ടർക്കിഷ് പ്ലെയറാണ്. അതുകൊണ്ടല്ല കേട്ടോ നിങ്ങൾ ടർക്കിഷ് ആണെന്ന് ചോദിക്കും. അതുകൊണ്ടൊന്നുമല്ല, അതിനെക്കാട്ടി നല്ലൊരു ലെഫ്റ്റ് ബാക്ക് പ്ലെയർ പറഞ്ഞത് ഈ നിക്കോറയിലാണ്. അതും നമുക്ക് വരുന്നത് ഫുൾ ബാക്ക് ഫിനിഷറാണ്. അതാണ് നല്ലത് കുറച്ചും കൂടി എൻ്റെ ഊഹത്തിൽ. ഡബിൾ ടച്ച് നോക്കുന്നുണ്ട് പോരെ. ഞങ്ങൾ ഔട്ട്വേർഡാണ്, നിങ്ങൾക്ക് ക്രോസ് വേണം എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ ഓനെടുക്കാൻ പോവില്ല. അത് തെറ്റാണ്. ഓനെടുത്താൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല. സത്യം പറയാലോ, നിങ്ങൾ തന്നെ ലാസ്റ്റ് അടപ്പെടലോ. അപ്പോൾ പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ, നമ്മൾ കിമ്മിച്ച് ഡിലൈറ്റ് എല്ലാവർക്കും ഡൗട്ടടിച്ച് നിൽക്കുകയാണ്. ആരാണ് ഇത് നല്ലത്? ഡിലൈറ്റാണോ കിമ്മിച്ചാണോ? ഡിലൈറ്റാണോ കിമ്മിച്ചാണോ എന്നുള്ള വിധത്തിൽ നിൽക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അതിൽ ആരാ നല്ലതെന്നും ആരാ ചീത്തതെന്നും, ചീത്തതെന്നല്ല ആരാ ഒഴിവാക്കേണ്ടതെന്നും എല്ലാം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. യു ആർ LBC പ്ലെയർ, ലോങ് ബോൾ കൗണ്ടർ പ്ലെയറാണ്. ഞാനൊരു ലോങ് ബോൾ കൗണ്ടർ പ്ലെയർ ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ നാളത്തെ ഒരു സസ്പെൻസ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുക എല്ലാവരും. അപ്പോൾ ആ വീഡിയോ മനസ്സിലാവും. ഞാൻ ഫോർമേഷൻ മാറ്റി തുടങ്ങുകയാണ് വീണ്ടും. എന്തിലോട്ട് ഞാൻ പറയുന്നത്, ഞാൻ വെറുതെ പറയണം. ആരുടെ LBCന്ന് ചിലപ്പോൾ ഞാൻ ഔട്ട്വേർഡിലോട്ടാവും പോണ്. ദാറ്റ്സ് എ സസ്പെൻസ്. അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ നിങ്ങൾ. അപ്പോൾ നാളത്തെ വീഡിയോ എന്തായാലും വരുന്നതിന് മുമ്പ് നമുക്ക് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ ഇത് മാറ്റിയോ വല്ലതും പറയാം. അതിന് മുമ്പ് നമുക്ക് ഇതിലോട്ട് കിടക്കാം. കിമ്മിച്ചും ഉണ്ട്, ഇനി ഡിലൈറ്റും ഉണ്ട് അല്ലേ. രണ്ടാളും അടിപൊളി തന്നെയാണ്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഹെഡിങ്, ലോങ് റേഞ്ച് ഷൂട്ടിങ് എല്ലാം
ഒരു സി ബിക്ക് വേണ്ട എന്തൊക്കെയുണ്ട് ഒക്കെ ഇവനുണ്ട് കേട്ടോ ഡിലൈറ്റിന്. അതേമാതിരി തന്നെ RB DMF പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ LBയിൽ ബെസ്റ്റ് ചെയ്യാൻ പറയാം. നിക്കോറേലയാണ് ലോങ് റേഞ്ച് ടാക്കിൾ വിത്ത് സ്കില്ലാണ് വരുന്നത്. നിക്കോറേലയാണ് LBക്ക് നോക്കുകയാണെങ്കിൽ. നിങ്ങൾക്ക് RB അല്ലെങ്കിൽ DMF അങ്ങനെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ CMF അങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിലും ബെസ്റ്റ് ഓപ്ഷനാണ് കിമ്മിച്ച്. അപ്പോൾ കിമ്മിച്ച് ഡിലൈറ്റ് രണ്ടാളും ഞാൻ ഒന്നാക്കി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ LBC പ്ലെയറാണ്, LBCക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഓർക്കസ്ട്രേറ്റർ ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഇൻ്റെ പൊസിഷന് വേണ്ട. ഞാൻ എന്തായാലും എടുക്കാൻ പോണേ ഡിലൈറ്റിന് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു പൊസിഷൻ വെച്ചിട്ടുണ്ടാക്കിയാണ്, നാളെ സസ്പെൻസിൽ അറിയാൻ പറ്റുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ അതിൽ ആ ഒരു പൊസിഷനിൽ എനിക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ ഇവനാണ്, മെത്തീസ് ഡിലൈറ്റ്. എനിക്ക് ഇവനെ വേണം. അത് പൊസിഷൻ ഞാൻ ഇപ്പോൾ പറയണില്ല, എന്നാലും ഗൈസ് നമുക്ക് നോക്കാം. ഞാൻ ഡിലൈറ്റിനെ എടുക്കുക. പക്ഷെ നിങ്ങൾക്ക് LBC പ്ലെയർ ആകുമ്പോൾ ഒരു ഇത് വേണ്ടേ, നമ്മളെ പൊക്കി ഇങ്ങനെ ഇട്ടെടുക്കൂലേ, അതിന് നല്ലത് പറഞ്ഞാൽ നമ്മളെ ജോഷുവ കിമ്മിച്ച് തന്നെയാണ്. നിങ്ങൾക്ക് ബിൽഡപ്പിൻ്റെ സെൻറ്റർ ബാക്ക് ഇല്ലാണെങ്കിൽ ബെസ്റ്റ് ബെൻ തന്നെയാണ്. രണ്ടാളും ബെസ്റ്റാണ്. പക്ഷെ ഒരാളെ മാത്രമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ യുവർ LBC പ്ലെയർ നിങ്ങൾക്ക് ഡേവിഡ് ബെക്കാം ഇല്ലാണെങ്കിൽ, ഡേവിഡ് ബെക്കാം ഇല്ലേ മറ്റേ 101 ആ ബെക്കാം ഇല്ലാണ്ടെങ്കിൽ ഈ കിമ്മിച്ചിനെ എടുത്തോളി, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആ ബെക്കാം ഉണ്ടെങ്കിൽ ആ ബെക്കാമിനെക്കാട്ടൊന്നും കളിക്കാനൊന്നും പോകണില്ല. നിങ്ങൾക്ക് CB ആണ് വേണ്ടതെങ്കിൽ ഇത് ഞാൻ പറയണ പോലെ തന്നെ എൻ്റെ മാതിരി ഡിലൈറ്റിനെ എടുത്തോളി. അപ്പോൾ നിങ്ങൾക്ക് ബെക്കാം ഉണ്ടെങ്കിൽ ഡേവിഡ് ബെക്കാം ഉണ്ടെങ്കിൽ ഈ കിമ്മിച്ചിനെക്കാട്ടി നല്ലൊരു കളി തരാൻ സാധ്യതയുണ്ട്. റേറ്റിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ മാത്രമാണ് കിമ്മിച്ചിന് വരിക, മനസ്സിലായില്ലേ? റേറ്റിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ കിമ്മിച്ചിന് വരുമെങ്കിലും വിഷണറി പാസ് എന്ന സ്കില്ലോട് കൂടിയാണ് വന്നതെങ്കിലും ഞാനൊരു വേറെ കാര്യം നോക്കട്ടെ. അല്ല ഷൂട്ടിങ്ങുള്ള സ്കില്ലുണ്ടെന്ന് നോക്കട്ടെ. 1 പാസ് ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഉണ്ട്, ആ ഗുഡ് പിൻ പോയിൻറ്റ് ക്രോസിംഗ് ഉണ്ട്. ഞാൻ പറയട്ടെ LBCക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് ബെക്കാം ഇല്ലാണ്ടെങ്കിൽ കിമ്മിച്ച്. കാരണം എന്താ പറയുക, വിഷണറി പാസ് എന്നുള്ളൊരു സ്കില്ലോട് കൂടിയാണ് വന്നിരിക്കുന്നത്. ആ വിഷണറി പാസ് ആകുമ്പോൾ എങ്ങനെ പാസ് കൊടുത്താലും നേർക്ക് കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊന്തിച്ച് ഇട്ടുകൊടുക്കാൻ പിൻ പോയിൻറ്റ് ക്രോസിംഗ് ഉള്ളൊരു സ്കില്ലും ഉണ്ട്. അപ്പോൾ നല്ലതാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളെ ബെക്കാമിൻ്റെ അത്രക്കും ഇല്ലെങ്കിലും ഒരു നല്ലൊരു ദൂരത്തു നിന്നുള്ളൊരു ഷോട്ടില്ലേ, ഓടി വന്നുകൊണ്ട് അത്രക്കും ഇല്ലെങ്കിലും അങ്ങനത്തെ രീതിയിലുള്ള ഷോട്ടും കിമ്മിച്ച് കാഴ്ചവെക്കും. അപ്പം ഞാൻ പറയണത് LBC ആണ്, ബെക്കാം ഇല്ലാണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് കിമ്മിച്ച്. അല്ലെങ്കിൽ ഒരു CB ആണം, ബിൽഡപ്പിൻ്റെ CB ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് ഡിലൈറ്റ്. നിങ്ങൾക്ക് എല്ലാം ഉണ്ട് വിചാരിക്കും, വെറുതെ ഒന്ന് നോക്കാനാണ് ഇവന് എല്ലാം ഉണ്ട് നോക്കണമെങ്കിൽ ഡിലൈറ്റ് ഈസ് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ആരെടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പോവാണ്. ടാറ്റ.